തൊടുപുഴ നഗരമധ്യത്തിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി നഗരത്തിൽ കൂടുതൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തൽ. അറസ്റ്റിലായ പ്രതി മൂവാറ്റുപുഴ അഴയിടത്ത് നസീബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. രതിവൈകൃതത്തിന് അടിമയായ നസീബ് മുമ്പും സമാന രീതിയിലുള്ള കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ലൈംഗികാതിക്രമം ലക്ഷ്യമിട്ട് പ്രതി നഗരത്തിലെ ചിലയിടങ്ങളിൽ പതിവായി എത്തിയിരുന്നു. പ്രതിയുടെ ലിസ്റ്റിൽപ്പെട്ട സ്ത്രീകളെ സ്കൂട്ടറിൽ പലപ്പോഴും പിന്തുടരുകയും ചെയ്തു. നഗരത്തിലെ തന്നെ തിരക്കൊഴിഞ്ഞ ഇടങ്ങളാണ് അതിക്രമത്തിനായി പ്രതി കണ്ടുവച്ചിരുന്നത്. പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന സ്ത്രീകളാണ് നസീബ് ലക്ഷ്യമിട്ടിരുന്നവരിൽ ഏറെയും. അതിക്രമത്തിനിരയാകുന്ന സ്ത്രീകൾ ബഹളം പോലും വയ്ക്കാത്ത രീതിയിലായിരുന്നു പ്രതിയുടെ ഉപദ്രവം. ഇതിനുവേണ്ടി ഇരയാക്കാൻ ഉദ്ദേശിക്കുന്നവരെ കടന്നുപിടിച്ച പൂർണ്ണമായി വിവസ്ത്രയാക്കുകയാണ് പ്രതിയുടെ ആദ്യ നീക്കം. ഇത്തരത്തിലാണെങ്കിൽ ഇരയാകുന്ന സ്ത്രീകൾ ബഹളം വെച്ച് ആളുകളെ കൂട്ടാൻ തയ്യാറാകില്ലെന്നാണ് പ്രതിയുടെ ചിന്താഗതി. കഴിഞ്ഞ ദിവസത്തെ അതിക്രമത്തിലും ഇതേ രീതിയാണ് പ്രതി അവലംബിച്ചത്. കാഞ്ഞിരമറ്റം ജംഗ്ഷന് സമീപത്ത് അക്രമം നടന്ന ഭാഗത്തെ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയാണ് പ്രതി ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. പെൺകുട്ടിയെ പൂർണ്ണമായും വിവസ്ത്രയാക്കാനുള്ള ശ്രമം വിജയിക്കാതിരുന്നതും പെൺകുട്ടി ബലപ്രയോഗം നടത്തിയതും കാരണം പതറിപ്പോയ പ്രതി സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയതും പ്രതിക്ക് തിരിച്ചടിയായി. പ്രതിയുടെ ഇത്തരത്തിലുള്ള അതിക്രമത്തിന് ഇരയായവർ മാനഹാനി ഭയന്ന് പരാതി നൽകാത്ത സംഭവങ്ങളുമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. 2020 പാലാ റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നുള്ള ഇടുങ്ങിയ ബൈപ്പാസിൽ വെച്ച് വനിതാ ഡോക്ടർക്കെതിരായ അതിക്രമത്തിലാണ് ഇതിനു മുമ്പ് പരാതി ലഭിച്ചത്. അന്ന് നടത്തിയ അന്വേഷണത്തിലും നസീബ് അറസ്റ്റിലായിരുന്നു. ഇപ്പോഴത്തെ കേസിൽ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിനില്ലായിരുന്നു. എന്നാൽ അതിക്രമത്തിന്റെ രീതിയും തിരഞ്ഞെടുത്ത സ്ഥലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമാനത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2020 പ്രതിയെ അറസ്റ്റ് ചെയ്ത തൊടുപുഴ മുൻ SHOയും ഇപ്പോഴത്തെ കരിമണ്ണൂർ SHOയുമായ VC വിഷ്ണുകുമാറാണ് നസീബിനെ കുറിച്ച് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് നിർണായക വിവരം നൽകിയത്. പ്രതി എത്തിയ ഇരുചക്ര വാഹനം ഏതെന്ന് പോലും ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കാനായിരുന്നില്ല. തിരുവനന്തപുരം രജിസ്ട്രേഷനിലുള്ള വാഹനമായിരുന്നതിനാൽ ഇത് സംശയദൃഷ്ടിയിൽ വന്നുമില്ല. പിന്നീട് തൊടുപുഴ SI NS റോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനിടെ ഏതാനും സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രത്യേക കളർ കോഡുള്ള വാഹനത്തെ സംബന്ധിച്ച പോലീസിന് സൂചന നൽകിയത്. ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിൽ വാഹനവും അതിന് പിന്നാലെ പ്രതിയെയും പിടികൂടുകയായിരുന്നു.